ഹായ് ഹലോ, അങ്ങനെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടതിൻ്റെ സെക്കൻഡ് പാർട്ട് ആണ് കേട്ടോ ഈ ഒരു വീഡിയോ. അതായത് ശ്രുതിയുടെ കടയിൽ നിന്നും പണം മോഷണം പോകുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ശ്രുതി തന്നെയാണ് അടിച്ചു മാറ്റുന്നത്. എന്നിട്ട് നമ്മുടെ പാവൻ രേവതിയുടെ തലയിൽ അത് ഇടുന്നുണ്ട്. അതെങ്ങനെയാണ് രേവതി എങ്ങനെ കുടുക്കിൽപ്പെട്ടു, ശ്രുതി എന്തിനാണ് പണം എടുത്തത്, അതുപോലെ തന്നെ രേവതിയെ എങ്ങനെയാണ് അവൾ അതിൽ കെണിയിലാക്കിയത് എന്നതൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ നമ്മുടെ ശ്രുതി കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ രേവതി ആണെങ്കിൽ വല്ലാണ്ട് കരച്ചിലാണ്. സച്ചിയേട്ടാ, ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്യാൻ പോയത് അത് അച്ഛനും മോശമാണ്, പേരുദോഷമാണ്, നമുക്ക് നേരെ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രേവതിയും സച്ചിയും കൂടി സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ ശ്രുതിയും ഒരു മനസാക്ഷിയും ഇല്ലാതെ അവളുടെ പേരിൽ കേസ് കൊടുക്കുന്നുണ്ട്. ശ്രുതി അപ്പോഴും പറയുന്നുണ്ട്, ശ്രുതിയേട്ടാ വേണ്ട, കേസ് കൊടുക്കണ്ട. കാരണം അവളുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവളാണല്ലോ ക്യാഷ് അടിച്ച് മാറ്റിയത്. അങ്ങനെ രേവതിയുടെ പേരിൽ അവർ അന്വേഷണത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ശ്രുതി പിടിക്കപ്പെടുമോ എന്നൊരു പേടിയാണ് ശ്രുതിക്ക്. ശ്രുതി പറയാണ്, ഇല്ല ശ്രുതി, അങ്ങനെ വിട്ടാൽ പറ്റില്ല. നിനക്കത് എത്ര സോഫ്റ്റ് കോർണർ, 2 ലക്ഷം രൂപയാണ് കാണാതെ പോയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ വെറുതെ വിട്ടാലേ നാളെ 10 ലക്ഷം പോകും, പിന്നെ 20 ലക്ഷം ആകും. അതൊന്നും അങ്ങനെ വിട്ടാൽ പറ്റില്ല. അവൾ വന്ന കാലം തൊട്ടേ എനിക്ക് നാശാണ്. അതിന് ഒരിക്കലും അവളും അവനും തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പാടില്ല. പെരും കള്ളിയാണ് തന്റെ ഭാര്യയെന്ന് സച്ചി മനസ്സിലാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. ശ്രുതി വല്ലാണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാണുമ്പം ശ്രുതിക്കൊന്നും പറയാനും തോന്നില്ല. അങ്ങനെ സ്റ്റേഷനിൽ അവർ FIR ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പോഴായിരിക്കും സച്ചിയും രേവതിയും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോഴേക്കും ശ്രുതി പറയാണ്, ദാ സാറേ, കള്ളനും കള്ളിയും എത്തി, ഇവർ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. പോലീസുകാർ പറയാണ്, അവള് കട്ടോന്ന് നിങ്ങൾ കണ്ടില്ലല്ലോ, തെളിവ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയില്ല. മോഷണം മുതൽ എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയും നിങ്ങൾ കണ്ടെത്തിയില്ല. അതുകൊണ്ട് കള്ളനും കള്ളിയൊന്നും വിളിക്കേണ്ട കാര്യമില്ല, കണ്ടുപിടിക്കാൻ ഞങ്ങൾ പോലീസുകാരുണ്ട് ഇവിടെ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും സച്ചിൻ രേവതിയും സ്റ്റേഷനിലേക്ക് ആ SIയുടെ അടുത്തേക്ക് ചെല്ലാണ്. നിങ്ങൾ ഇരിക്കുക എന്ന് പോലീസ് പറയുന്നുണ്ട്. ശ്രുതിയും കൂടി അപ്പുറത്ത് മാറി ഇരിക്കുകയാണ്. എന്തായാലും നിങ്ങളെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. എന്തായാലും FIR ചെയ്ത രീതിക്ക് നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് പറയുമ്പം, അതറിയാം സാറേ, വീട്ടില് അച്ഛനുണ്ട്, അച്ഛന് സുഖമില്ലാത്തതാണ്. ഇവരുടെയും ഞങ്ങളുടെയൊക്കെ അച്ഛൻ തന്നെയാ. ഈ നിൽക്കുന്ന ശ്രുതി എന്റെ ഏട്ടനാണെന്ന് സച്ചി പറയാണ്. ഞങ്ങള് ചേട്ടനും അനിയനുമാണ്. ഇതുപോലെ പല പ്രശ്നങ്ങളും വീട്ടിലുണ്ടാവാറുണ്ട്. എന്റെ ഭാര്യ ഇവന്റെ ഭാര്യയെക്കാട്ടിലും എന്റെ വീട്ടിലുള്ള അനിയന്റെ ഭാര്യയെക്കാട്ടിലും ഒക്കെ സാമ്പത്തികമായി വളരെ താന്നു നിൽക്കുന്ന ആളാ. അതുകൊണ്ട് വീട്ടിൽ എന്ത് കേസുണ്ടായാലും എന്റെ ഭാര്യനാണ് എല്ലാരും കുറ്റം പറയുന്നത്. അവള് കഷ്ടപ്പെട്ട് പൂക്കച്ചവടം ചെയ്താണ് അവള് ജീവിക്കുന്നത്. അമ്പലത്തിലേക്കും മറ്റും പൂക്കൾ കെട്ടി അതിനുള്ള തുച്ഛമായ വരുമാനം കൊണ്ടാ അവള് ജീവിക്കുന്നത്. കഷ്ടപ്പെട്ട് അധ്വാനം ജീവിക്കുന്നവളാ എന്റെ ഭാര്യ. ഞാനാണെങ്കിലോ ടാക്സി ഓടിച്ചാ ജീവിക്കുന്നത്. പക്ഷെ എന്റെ ഏട്ടൻ അവനൊരു ഷോറൂമുണ്ട്, വലിയൊരു ഷോറൂമാ. അതുപോലെ തന്നെ എന്റെ ഏട്ടത്തി വലിയൊരു ബ്യൂട്ടീഷ്യനാണ്. അവളുടെ അച്ഛനൊക്കെ അങ്ങ് മലേഷ്യയിലാണ്. എല്ലാരും വെൽ സെറ്റിൽഡ് ആണ്. ഞങ്ങൾ മാത്രമാണ് ഇങ്ങനെ ജീവിക്കുന്നത്. അതുകൊണ്ടാ ഇവർക്കൊന്നും ഞങ്ങളെ കണ്ടുകൂടാത്തത്. അല്ലാതെ ഞങ്ങൾ ഒത്തിരി ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യലൊക്കെ അതിന് മുറക്കി നടക്കണം. ഇങ്ങോട്ടേക്ക് വന്നത് നന്നായി. അച്ഛന് സുഖമില്ലെന്നല്ലേ പറഞ്ഞത്. അദ്ദേഹത്തിന് അങ്ങനെ ഷോക്ക് കൊടുക്കാൻ നന്നായി എന്നും പോലീസുകാരൻ പറയുന്നുണ്ട്. ശ്രുതിയോടും പോലീസുകാരൻ പറയാണ്, അല്ല നിങ്ങൾ പരാതിയിലെല്ലാം എഴുതിയിട്ടില്ലേ എന്ന് ചോദിക്കാണ്. ഉണ്ട് സാറെന്ന് പറയുമ്പം, എന്നാൽ ശരി, നിങ്ങൾ പോയിക്കോ, ഇവരോട് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ പോയതിനു ശേഷം പോലീസുകാരൻ പറയുന്നുണ്ട്, ഇവര് പണം പോയെന്ന് പറഞ്ഞ ദിവസം രേവതി അവിടെ ചെന്നിരുന്നോ, എന്താ സംഭവിച്ചെന്ന് ചോദിക്കാണ്. സാർ, അവരുടെ കടയിൽ നിന്നും ഞാനൊരു മിക്സി വാങ്ങിച്ചിരുന്നു. അത് ആ സമയത്ത് 2000 രൂപ ഡിസ്കൗണ്ട് എടുത്താന്നാണ് അവർ ഞങ്ങൾക്ക് തന്നത്. പക്ഷെങ്കിൽ എന്റെ അമ്മായിമ്മ എന്നും അതിന്റെ പേരിലൊക്കെ ഓരോന്നൊക്കെ പറയും. 2000 രൂപക്ക് നഷ്ടമായെന്ന് പറഞ്ഞ് എന്നും ഓരോന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ടോർച്ചർ ചെയ്യായിരുന്നു. അത് കേട്ട് മടുത്തപ്പോഴാണ് ഞാൻ ആ 2000 രൂപ അവർക്ക് കൊടുത്തേക്കാന്ന് കരുതി പൂക്കച്ചവടം ഇറങ്ങിയ സമയത്ത് ഒരു ഉച്ചയെങ്കിലും ആയി കാണും. ആ ഒരു സമയത്ത് ഞാൻ ആ കടയിലേക്ക് കയറി ചെന്നത്. ശ്രുതിയെ കണ്ടപ്പോ എന്താന്ന് ചോദിച്ചപ്പം ശ്രുതിയെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ അകത്തേക്ക് കയറിപ്പോയി. ശ്രുതി അപ്പോ ഒരു ലോക്കറുള്ള അവർ പറഞ്ഞ ആ സ്ഥലത്ത് നിൽക്കുമായിരുന്നു. അങ്ങോട്ടേക്ക് ചെന്നപ്പോഴേക്കും ശ്രുതി നന്നായി പരങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇതുപോലെ ക്യാഷ് തരാൻ വന്നാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതൊന്നും വേണ്ടായിരുന്നല്ലോ പറഞ്ഞപ്പോ നിർബന്ധിച്ചാണ് ഞാൻ ആ ക്യാഷ് കൊടുത്തത്. അതിനുശേഷം ഒരു കസ്റ്റമർ വന്നപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് പോയി. ഒരു 10-15 മിനിറ്റിന് ശേഷമാണ് ശ്രുതി തിരികെ വന്നത്. ഞാൻ ആ സമയത്ത് അവിടെ തന്നെ നിൽക്കായിരുന്നു. അവിടെ കുറെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ടിവിയും അങ്ങനെ നടന്നു കാണാൻ വേണ്ടിയുള്ള സംഭവമൊക്കെ ഉണ്ട്. ഞാൻ അതിലൊക്കെ ചുമ്മാ നടക്കായിരുന്നു സാർ. അങ്ങനെ അവൾ തിരികെ വന്നതിന് പോവാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. ശ്രുതിയും എന്റെ കൂടെ വന്ന് പുറത്തു വരെ നിൽക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഞാൻ തിരിച്ചെന്നത്. വരുന്ന വഴിക്ക് സച്ചേട്ടനെ കണ്ടു. പിന്നെ ഞാൻ പൂക്കച്ചവടത്തിനായിട്ട് പോയി എന്നും പറയുന്നുണ്ട്. അങ്ങനെ ആ CCTV ഫുട്ടേജ് ഒക്കെ അവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. CCTV ഫുട്ടേജ് ഒക്കെ പോലീസുകാർ നോക്കാണ്. ആ നോക്കുന്ന സമയത്താണ്
നമ്മുടെ രേവതി പറഞ്ഞാലും കറക്റ്റാണെന്നുള്ള കാര്യം ഇയാൾക്ക് മനസ്സിലാകുന്നത് എൻട്രൻസിൽ ശ്രുതിയും രേവതി കയറി വരുന്നതും ശ്രുതിയോട് സംസാരിക്കുന്നതും നേരെ ശ്രുതിയടുത്തേക്ക് വരുന്നതും കാണിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും രേവതിയും അവിടെ നിൽക്കുകയാണ്. ആ ഒരു CCTVയുടെ ആ ഒരു വ്യൂവിൽ നിന്നും രേവതിയും ശ്രുതിയും മാറുന്നുണ്ട്. അതായത് രേവതി ആ ഉള്ള വാഷിംഗ് മെഷീനൊക്കെ നോക്കാൻ വേണ്ടി അങ്ങോട്ട് നീങ്ങുന്നുണ്ട്. ശ്രുതി ആണെങ്കിലോ കസ്റ്റമർ സംസാരിക്കാനായിട്ട് ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ആ ഒരു CCTV കട്ടായിരിക്കുന്നത്. അതുകൊണ്ട് ശ്രുതിയാണോ രേവതിയാണോ CCTV കട്ടാക്കിയെന്നുള്ള കാര്യം ആർക്കും അറിയുന്നില്ല. അവിടെ എന്താണ് നടന്നതെന്നുള്ളൂ പിന്നെ ആർക്കും മനസ്സിലാവുന്നുമില്ല. അതിനുശേഷമാണ് രേവതിയും ശ്രുതിയും കൂടി ഒരുമിച്ച് അതിൽ നടന്ന് പുറത്തേക്ക് പോകുന്നതും കാണുന്നത്. രേവതി തന്റെ കയ്യിൽ ചെറിയൊരു പേഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതേ പേഴ്സും കൊണ്ട് തന്നെയാണ് രേവതി തിരികെ പോയിരിക്കുന്നത്. ഇതിനിടയിൽ എപ്പം മോഷണം നടന്നുള്ള കാര്യമൊന്നും പോലീസിന് മനസ്സിലാവുന്നില്ല. പോലീസ് പറയാണ്, ദാ ഇത് കണ്ടോ, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു സമയത്ത് ആ CCTV ആരോ ഓഫ് ചെയ്തിരിക്കുകയാണ്. രേവതി ശ്രുതി രണ്ടുപേരും ആ ഒരു വ്യൂവിന്റെ പിന്നിൽ നിന്നും പോയതിനു ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും അങ്ങോട്ടേക്ക് വന്ന് ഫിംഗർ പ്രിന്റുകാരെ അതുപോലെ തന്നെ ആളുകളൊക്കെ കൊണ്ടുവന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആ ലോക്കർ അവിടെ ഉണ്ടെന്നല്ലേ അവർ പറഞ്ഞത്. രേവതി ആണെങ്കിൽ കയ്യിൽ ഗ്ലൗസോ മറ്റൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ലോക്കർ തൊട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഫിംഗർ പ്രിന്റ് കാണുമല്ലോ. അപ്പൊ രേവതി പറയുന്നുണ്ട്, സാറേ അതിലൊരു പാസ്വേഡ് ഉണ്ടെന്നാ അവര് പറഞ്ഞത്. ആ പാസ്വേഡ് ഒന്നും എനിക്കറിയില്ല, അവർക്ക് 2 മാസത്തിന് മാത്രമേ ആ പാസ്വേഡ് അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷം പറയാണ് ഞാൻ അവരുടെ മുറിയിൽ ഒളിഞ്ഞു കേട്ടതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരെന്തൊക്കെയോ പറയാണ്. സാർ എന്നെ രക്ഷപ്പെടുത്തണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അധ്വാനിച്ചാ ജീവിക്കുന്നത്. എന്റെ അച്ഛൻ മരിച്ച അന്ന് തൊട്ട് തന്നെ ഞാൻ അധ്വാനിച്ച് ജീവിക്കാണ്. ഇപ്പൊ എന്റെ ഭർത്താവിനും എനിക്ക് കൂടെയുണ്ട്. ഞാൻ ഒരിക്കലും ഒരു കള്ളിയല്ല, ഒരിക്കലും അത് ചെയ്യില്ല എന്നും രേവതി പറയുന്നുണ്ട്. പോലീസ് പറയുന്നുണ്ട്, നിങ്ങളെ എനിക്കറിയാം, പണ്ട് ഭർത്താവ് കള്ളു കുടിച്ചു എന്നും പറഞ്ഞിട്ട് ആ CCTV ഫുട്ടേജുമായിട്ട് താൻ വന്ന് തന്റെ ഭർത്താവിനെ ഇറക്കിക്കൊണ്ട് പോയതല്ലേ. അന്നേ തന്റെ നിഷ്കളങ്കതയും തന്റെ ധൈര്യമൊക്കെ എനിക്ക് മനസ്സിലായതാ. താൻ ധൈര്യമായിട്ടിരിക്കുക, താൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ വിഷമിക്കാൻ ഞാൻ ചോദിക്കാണ്. എങ്കിലും സാർ തെളിവെല്ലാം എനിക്കെതിരല്ലേ. എല്ലാവരും കൂടി എന്നെ ഓർന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പം എനിക്ക് സഹിക്കാനാവുന്നില്ല. ചങ്ക പൊട്ടിപ്പോവാണ്. ഞാനൊരു പണമില്ലാത്തോളം ആയതുകൊണ്ട് മാത്രം എന്റെ വീട്ടിൽ ഒരുപാട് അവഗണനയാണ് എനിക്കെന്നൊക്കെ രേവതി പറഞ്ഞ് കരയുന്നുണ്ട്. പോലീസ് പറയാണ്, എന്തായാലും ചോദ്യം ചെയ്യൽ കഴിഞ്ഞു, ഞങ്ങൾ തെളിവെടുപ്പിലായിട്ട് ആ ഷോറൂമിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോ പോയിക്കോ എന്നും രേവതിയോടും സച്ചിയോടും പോലീസ് പറയാണ്. അങ്ങനെ രേവതിയും സച്ചിയും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ശ്രുതിയും പുറത്തുതന്നെ നിൽക്കായിരിക്കും. അപ്പോഴേക്കും രേവതിനെ കണ്ടുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. നീ അനുഭവിക്കാൻ പോണേ ഉള്ളൂ, എന്റെ പൈസ കെട്ടന് നീ അനുഭവിക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതിയുടെ ഷർട്ടിനെ കുത്തി പിടിക്കാണ് സച്ചി. ഡാ ആരാ കള്ളിന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. ആ CCTV കൃത്യമായി കണ്ടതാണല്ലോ. അതിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് മാറിയതിനു ശേഷം, അതായത് രേവതി ശ്രുതിയും മാറിന ശേഷമാണ് ആ CCTV കട്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ രേവതി കൊണ്ടുപോയത് ചെറിയൊരു പേഴ്സാണ്. തിരിച്ചു പോയപ്പോഴും അവളുടെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും പോലീസുകാർ ശരിവെക്കുന്നുണ്ട്. പിന്നെ ആ ലോക്കറിന് എന്തായാലും ഫിംഗർ പ്രിന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയേ ഫോറൻസിക്കാരൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയാണ്. ശ്രുതി പെട്ടെന്ന് അപ്രാളം പിടിച്ച്, ശ്രുതി വാ നമുക്ക് കടയിലേക്ക് പോവാന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. ശ്രുതി സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ പൗഡർ അടുത്തേക്ക് ഒരു വെപ്രാളം പോലെ. എന്ത് വെപ്രാളം? അവിടെ ഇനിയും കുറച്ച് ക്യാഷ് ഇരിപ്പുണ്ട്, അതിനി ആരെങ്കിലും കൊണ്ടുപോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഷോറൂമിലേക്ക് പോവാണെന്ന് പറഞ്ഞ് ശ്രുതിയും കൂടെ നേരെ പെട്ടെന്ന് തന്നെ പോവാണ്. അവിടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ആ ലോക്കർ പെട്ടെന്ന് തന്നെ തുടച്ച് വൃത്തിയാക്കി വെക്കാം. കാരണം ചെറിയൊരു ലോക്കറാണ് കേട്ടോ. അത് തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ പോലീസുകാർ വരുമ്പോൾ ഫിംഗർ പ്രിന്റ്സ് ഒന്നും കാണില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഇവള് പോകുന്നുണ്ട്. പക്ഷെ പിന്നാലെ തന്നെ ഇവളൊട്ടും പ്രതീക്ഷിക്കാതെ പോലീസുകാരും വരികയാണ്. അങ്ങനെ പോലീസുകാര് ആ ഒരു ഷോറൂമിലേക്ക് എത്തിയതിനു ശേഷം മുഴുവനായിട്ട് നടന്ന വാച്ചിയാണ്. CCTV മുറി നോക്കുമ്പോഴേക്കും ഏത് സൈഡിലാണെന്ന് നോക്കിയാൽ അവർ CCTV കണ്ടപ്പോഴേക്കും നമ്മുടെ ശ്രുതി നടന്നു പോയില്ലേ, ആ ഒരു ഭാഗത്ത് ഒരു ചെറിയ മുറിയിലാണ് CCTVയുടെ വർക്കിംഗ് ഒക്കെ ഉള്ളത്. അപ്പൊ അവിടെയാണ് ആ CCTV ഓഫാക്കിയെന്നുള്ള കാര്യങ്ങളും ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. രേവതി കറങ്ങി അതിലെ പോയെങ്കിൽ ശ്രുതി ഉറപ്പായിട്ടും കാണേണ്ടതാണ്. എങ്കിൽ ശ്രുതി തന്നെ ആയിരിക്കാമെന്നും പോലീസ് നിഗമനത്തിലെത്താണ്. ശേഷം ഫോറൻസിക്കാർ വന്ന് ആ ഒരു ലോക്കറിൽ നിന്നുള്ള ഫിംഗർ പ്രിന്റ്സ് എല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം ആവുന്നുണ്ട്. അവിടുത്തെ ആളുകൾ വിളിച്ച് പോലീസിനെ അറിയിക്കുന്നുണ്ട്. ഫിംഗർ പ്രിന്റില് ആ കടയിലെ ഓണേഴ്സായ ശ്രുതിയും വിരലടയാളം മാത്രമേ ഉള്ളൂ, മറ്റാരും തന്നെ ഫൗണ്ടൈൻ സാധിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിനെയും സച്ചിയും രേവതിയും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് വിളിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് പോലീസ് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിച്ചതുപോലെ രേവതിയല്ല ആ പണം കട്ടതെന്ന് പറയാണ്.
അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സാറേ എന്താ സാറേ പറയുന്നേ, അന്നാ കടയിൽ ഇവള് മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറയുമ്പം നിങ്ങളെന്തിനാ ഇവരെ മാത്രം സംശയിക്കുന്നേ, നിങ്ങളുടെ ഭാര്യയെ സംശയിച്ചുടാൻ ചോദിക്കുമ്പോഴേക്കും ശ്രുതി വല്ലാണ്ടാവുന്നുണ്ട്. സാർ എന്താ പറയുന്നേ, എന്നെയോ, ഞാനെന്തിനാ ഞങ്ങളുടെ കാശിന് അടിച്ചു മാറ്റുന്നതെന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും പോലീസുകാര് കൃത്യമായിട്ട് അത് കാണിക്കുന്നുണ്ട്. ദാ ഇവിടെയാണ് CCTV ഉള്ളത്. CCTVയുടെ നേരെ താഴെയാണ് ലോക്കർ ഉള്ളത്. ഈ ഒരു പോയിന്റിൽ നിന്നും രണ്ടുപേരും സംസാരിക്കുന്നു. ശേഷം രണ്ടുപേരും രണ്ട് വഴിക്കാണ് പോയിരിക്കുന്നത്. രേവതി ഇടത്തേക്കും ശ്രുതിയാണെങ്കിൽ വലത്തേക്കും. രണ്ടുപേരും തമ്മിൽ, അതായത് രേവതി വലതുവശത്താണ് ആ ഒരു CCTVയുടെ മുറിയുള്ളത്. രേവതി ആ സൈഡിലേക്ക് പോയാൽ ഉറപ്പായിട്ടും ഈ ഒരു CCTV പാസ് ചെയ്ത് വേണം പോകാനായിട്ട്. എന്നാൽ രേവതി പാസ് ചെയ്ത് പോയിട്ടില്ല. അങ്ങനെയെങ്കിൽ ശ്രുതിയോളെ കാണേണ്ടതുമാണ്. പക്ഷെ ശ്രുതി അവിടേക്ക് പോയ സമയത്താണ് CCTV ഓഫായിരിക്കുന്നത്. അതുവരേക്കും ആ CCTV പാസ് ചെയ്ത് രേവതി പോയിട്ടുമില്ല. അങ്ങനെ നോക്കുമ്പം അവിടുന്ന് രേവതി തിരിച്ച് CCTV മുറിയിലേക്ക് പോവുകയോ അത് ഓഫാക്കുകയോ ചെയ്തിട്ടില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. ശ്രുതി ആകെപ്പാടെ പെട്ടു നിൽക്കുകയാണല്ലോ. ശ്രുതി പറയാണ്, ഞാൻ എന്തിനാ ഓഫാക്കുന്നേ, ഞാൻ കസ്റ്റമറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് പോലീസുകാര് വേറെ വീഡിയോ കൂടി കാണിക്കാണ്. ദാ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു നോക്കിക്കേ. അതായത് ദാ രേവതി ഇങ്ങോട്ടേക്ക് പോയി, ശ്രുതി ഇങ്ങോട്ടേക്ക് പോയിന്ന് ഞങ്ങൾ പറഞ്ഞ ആ കൃത്യ ടൈമില്, ആ കൃത്യസമയം CCTVയിൽ കാണിക്കുന്നുണ്ട്. അവിടുന്ന് കസ്റ്റമറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ശ്രുതി എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തിരികെയും എത്തുന്നുണ്ട്. അതിനടുത്ത സമയം വേറെ 30 സെക്കൻഡ് മാത്രമാണ്. അതുകൊണ്ടാണ് അതാരും ശ്രദ്ധിക്കാതെ പോയതെന്നും പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പം ശ്രുതിയും രേവതിയും സച്ചിൻ നോക്കുമ്പം അത് ശരിയാണ്. കേവലം ഒരു 30 സെക്കൻഡ് മാത്രം ശ്രുതി മാറി നിന്നിട്ടുള്ളൂ. പോലീസുകാർ പറയാണ്, ആ CCTV മുറിയിൽ കയറി ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി. അവിടെ ഈ CCTV എല്ലാം ഓഫാക്കാനും ഇതാക്കാനൊക്കെ അവിടെ ഒരു സ്വിച്ചാണ് നിങ്ങൾ പിടിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു CCTVക്ക് അവിടെ ഉണ്ടെന്ന് സ്വിച്ച് ഓഫ് ആക്കാൻ ഈ 30 സെക്കൻഡ് തന്നെ ധാരാളം മതിയെന്നും പോലീസുകാർ പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, സാർ എന്തൊക്കെയാ പറയുന്നേ, ഞാനാണ് ഷോപ്പിന്റെ ഓണർ, ദാ എന്റെ ഹസ്ബൻഡും. ഞങ്ങൾ എന്തിനാ ആ ക്യാഷ് ഇങ്ങനെ അടിച്ചു വേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പം പോലീസ് പറയാണ്, അതിന് ഉത്തരം പറയേണ്ടത് താൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും രേവതിയും കൂട്ടി താൻ പുറത്തേക്ക് പോയ സമയത്ത് തന്റെ കയ്യിൽ ഒന്നുമില്ല, രേവതിയുടെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ അതേ സമയത്ത് താൻ തിരിച്ചും അങ്ങോട്ടേക്ക് തന്നെ വന്നിട്ടുണ്ട്. അതിനുശേഷം താൻ തിരികെ പോയപ്പോൾ തൻ്റെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട് എന്ന് പോലീസ് പറയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ അവിടെയായിരുന്നു എൻ്റെ ബാഗ് വെച്ചിരുന്നത്, അതും എടുത്തോണ്ട് ഷോപ്പിലേക്ക് പോവായിരുന്നു എന്നും പറയുന്നുണ്ട്. പോലീസുകാരൻ പറയാണ്, ഷോപ്പിലേക്കല്ല താനൊന്ന് പോയത്, ഞങ്ങള് തന്റെ പിന്നാലെയുള്ള എല്ലാ CCTVയും പരിശോധിച്ചു. താനൊരു പാർക്കിലേക്കാണ് കയറി പോയിരിക്കുന്നത്. അവിടെ നിന്നുള്ള വിഷ്വൽസും ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞ് പോലീസുകാർ കാണിക്കാണ്. അത് കാണുമ്പോഴേക്കും എല്ലാവരും ഒന്ന് വിറച്ച് പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പാർക്കിൽ വെച്ച് നവീനിന് ശ്രുതി പേപ്പറിൽ പൊതിഞ്ഞ് ആ ക്യാഷ് കൊടുക്കുന്നതിന് കൃത്യമായ വ്യൂ ആ CCTVയിൽ ഉണ്ട് കേട്ടോ. ഇതൊന്നും നമ്മുടെ ശ്രുതി ശ്രദ്ധിച്ചില്ല. അങ്ങനെ അയാൾക്ക് ക്യാഷ് കൊടുക്കുന്നത് നവീന്റെ മുഖം വ്യക്തമായില്ലെങ്കിലും ശ്രുതിനെ കാണുമ്പം ഒരു ബോഡി ലാംഗ്വേജ് ചിലർക്ക് മനസ്സിലാവല്ലോ, അത് ശ്രുതി തന്നെയാണെന്നുള്ള കാര്യം. അങ്ങനെ ശ്രുതി അയാൾക്ക് ക്യാഷ് ഇടുന്നൊക്കെ കൃത്യമായി തന്നെ ആ ഒരു CCTVയിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രുതിയുടെ പോലീസ് ചോദിക്കാണ്, ഇപ്പൊ എങ്ങനെയുണ്ടോ, തന്റെ ഭാര്യ തന്നെയാണ് ആ ലോക്കൽ നിന്നും പൈസ എടുത്തോണ്ട് പോയിട്ട് അയാൾക്ക് കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. ശ്രുതി ചോദിക്കാണ്, എന്താ ശ്രുതി ഇതൊക്കെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഒരു അത്യാവശ്യം വന്നപ്പോ എന്ന് പറയുമ്പോഴേക്കും നിനക്കിത് മുമ്പേ പറഞ്ഞിട്ടായിരുന്നോ, രേവതിയുടെ പേരിൽ ഞാൻ കേസ് കൊടുത്ത് നീ കണ്ടില്ലെന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും സച്ചി വന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, ഞാൻ പണ്ട് തൊട്ടേ നിന്നോട് പറഞ്ഞില്ലേ ഇവള് പക്കാ ഫ്രോഡാണെന്ന്, അന്ന് മുതൽ നീ വിശ്വസിക്കില്ലല്ലോ. എന്റെ ഭാര്യയെ കളിയാക്കാൻ നിനക്കതിന്റെ ഭാര്യയ്ക്കും എന്തൊരു ഉത്സാഹമായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ, കാശില്ലാത്തവരെല്ലാം കള്ളന്മാരല്ല, ഞങ്ങളെ അധ്വാനിച്ച് ജീവിക്കുന്നവരാ. നിന്നെ പോലൊക്കെ കാശുണ്ടെങ്കിലും കട്ടുമോടിച്ചും ജീവിക്കുന്നതെന്നും ഞങ്ങളുടെ ശീലമല്ല എന്ന് പറയുന്നുണ്ട്. പോലീസോട് പോയിട്ട് രേവതി പറയാണ്, സാറേ ഒരുപാട് നന്ദിയുണ്ട്, വേറെ ഏത് പോലീസുകാരാണെങ്കിലും ആദ്യം എന്നെ തന്നെ തെരഞ്ഞുപിടിച്ച് ജയിലിലാക്കിയനെ, പക്ഷെ നിങ്ങൾ സത്യസന്ധമായ കേസ് അന്വേഷിച്ചു, അതിലെനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നും പറയുന്നുണ്ട്. പോലീസ് പറയാണ്, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനെന്നും സത്യത്തിന്റെ കൂടെ മാത്രം നിൽക്കുള്ളൂ എന്നും പറയാണ്. അങ്ങനെ രേവതിനെയും സച്ചിനെയും ആ കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ശ്രുതി അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് പോലീസ്. ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, സാർ എനിക്ക് കേസിലെന്ന് പറയുമ്പം അതെവിടുത്തെ ന്യായമാടോ, ഇത്രയും നേരം ഇവളാണെന്ന് പറഞ്ഞ് താൻ എന്തുമാത്രം ബഹളം വെച്ചു, കേസെടുക്കാനൊക്കെ പറഞ്ഞില്ലേ, തന്റെ ഭാര്യയെ കട്ടുന്ന് അറിഞ്ഞപ്പം തനിക്കെന്താ കേസെടുക്കട്ടെന്ന് ചോദിക്കാണ്. സാർ അത് പിന്നെ ഇത് ശ്രുതിയുടെ കടയാണ്, അതുകൊണ്ട് തന്നെ അവൾ പൈസ എടുത്താൽ അത് മോഷണമാവില്ലല്ലോ, അവക്കും അതിൽ അവകാശമുണ്ട്, അതുകൊണ്ട് സാർ ഈ കേസിന് പ്രാധാന്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കേസ് പിൻവലിക്കാണ് ശ്രുതിയും കൂടെ കൂടിയിട്ട്. സ്റ്റേഷന് പുറത്തേക്ക് വരുമ്പോഴേക്കും ശ്രുതിനെ നോക്കി വെയിറ്റ് ചെയ്ത് സച്ചിൻ രേവതിയും അവിടെ നിൽക്കാണ്.
സച്ചിൻ രേവതിയും വായി തോന്നുന്ന എല്ലാം നമ്മുടെ സുധീനെ പറയുന്നുണ്ട്. രണ്ടുപേരും ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കാണ്. രേവതി ചോദിക്കാണ്, നാണമില്ലല്ലോടി പെരുങ്കള്ളി, എല്ലാം ചെയ്തിട്ട് അവിടെ വന്ന് കാശിന് വന്ന എന്നെ തന്നെ നീ കള്ളിയാക്കിയല്ലോ. നീ പഠിച്ച കള്ളിയാ. നിന്റെ പിറൽ എന്തൊക്കെ കള്ളത്തിലുണ്ടെന്ന് ഇനി അറിയാൻ പോണേയുള്ളെന്ന് പറഞ്ഞിട്ട് രേവതി പോകുന്നുണ്ട്. സച്ചി പറയാണ്, ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇവളെ ഫ്രോഡ് കൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്ന തന്നെ. നീ സൂക്ഷിച്ചാലേ നിനക്ക് കൊള്ളാം സുധി, അല്ലെങ്കിൽ നിന്റെ ഷോപ്പ് മൊത്തം ചുരുട്ടിക്കൊണ്ട് ഇവൾ എങ്ങോട്ടെങ്കിലും ഓടും എന്നൊക്കെ പറയാണ്. സുധി പറയാണ്, കണ്ടോ നീ കാരണം ഞാൻ എന്തൊക്കെ കേൾക്കണ വന്നത്. നീ പറ എന്തിനാ ക്യാഷിനെ അടിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയാണ്, സുധി അത് പിന്നെ എന്താന്ന് പറ. സുധി വേറൊന്നുമല്ല, എൻ്റെ ആ ഷോപ്പുണ്ടല്ലോ, അത് പിന്നെ ഞാൻ വേറെ ഷോപ്പ് കൂടി മേടിക്കാൻ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയിട്ടാണ് ആ ക്യാഷ്. എന്ത് ഷോപ്പ് മേടിക്കാൻ? അല്ല അയാൾ ആരാ? നീ ക്യാഷ് കൊടുത്ത അയാളെ ഞാൻ ഇവിടെ കണ്ട പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ ആ ബ്യൂട്ടി പാർലറിന്റെ ഓണറാ. അഡ്വാൻസ് ആയിട്ട് ഞാൻ ആ ക്യാഷ് കൊടുത്തതാ. പതിയെ ഞാൻ തിരികെ തരാമെന്ന് പറയുന്നുണ്ട്. നിനക്കെങ്കിൽ പിന്നെ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടായിരുന്നോ? അത് പിന്നെ സുധി, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തമായൊരു ബ്യൂട്ടി പാർലർ എന്നുള്ളത്. അതുകൊണ്ടാ ഞാൻ ആ കാശ് കൊടുത്ത് എങ്ങനെയെങ്കിലും ഒരു ബ്യൂട്ടി പാർലർ സ്വന്തമാക്കണമെന്ന് കരുതിയത്. ഇപ്പൊ 2 ലക്ഷം രൂപ കൊടുത്തു. ഇനിയൊരു 10 ലക്ഷം രൂപ കൊടുത്താൽ ആ സ്ഥാപനം എനിക്ക് സ്വന്തമായി കിട്ടും. ഇപ്പോൾ സുധിക്ക് സ്വന്തമായൊരു സ്ഥാപനമായപ്പോൾ സുധിക്ക് എന്തുമാത്രം മനസ്സിനൊരു സമാധാനമുണ്ട്. അതുപോലെയല്ലേ എനിക്കും. ഞാൻ മുതലാളിയായിരുന്ന കടയിൽ ഞാനിപ്പോൾ ഒരു തൊഴിലാളിയാണ്. ആ അവസ്ഥ സുധി ഒന്ന് ആലോചിച്ച് നോക്കിയെന്നൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യാണ് സുധീനെ. സുധി പറയുന്നുണ്ട്, സാരമില്ല, നീനോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ, എത്ര രൂപ ആണെങ്കിലും ഞാൻ തരുമായിരുന്നല്ലോ എന്ന് സുധി പറയാണ്. അല്ല സുധി, ഞാൻ അങ്ങനെ വിചാരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ നിൽക്കാം കേട്ടോ. നമ്മുടെ ശ്രുതി അഭിനയിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതി പറയുന്ന എല്ലാ കള്ളത്തരങ്ങളും പൊട്ടനായ നമ്മുടെ ശ്രുതി വിശ്വസിക്കുകയാണ് കേട്ടോ. രേവതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടായിരിക്കും തിരിച്ച് സച്ചിൻ രേവതിയും കൂടി വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോഴേക്കും ആ തള്ള, അതായത് നമ്മുടെ ചന്ദ്ര കിടന്ന് ബഹളം വെക്കാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അവൾ കരഞ്ഞുകൊണ്ടിരുന്നത് കണ്ടോ, പോലീസുകാരെ നന്നായിട്ട് പെരുമാറി കാണും, ഇവൾ ആ കള്ളിനെ എല്ലാവർക്കും മനസ്സിലായി കാണും എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീകാന്തും വർഷയും പറയാണ്, ആന്റി വെറുതെ അകത്ത് കാര്യമൊന്നും പറയണ്ട, മിണ്ടായിരുന്നാ മതി, ചേച്ചി അങ്ങനൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് വർഷ ദേഷ്യപ്പെടുന്നുണ്ട്. രവി പറയാണ്, അല്ല മോനെ, പോയ കാര്യം എന്താണെന്നേ ആദ്യം പറയണത് അച്ഛനോടല്ല അമ്മയോടാണെന്ന് പറയാണ്. എന്താടാ നിന്റെ ഭാര്യയുടെ പ്രവൃത്തികളൊക്കെ വളരെ പ്രശംസനീയമായിരുന്നല്ലോ അല്ലേ, അതുകൊണ്ടായിരിക്കും പറയുമ്പം എൻ്റെ ഭാര്യയല്ല അമ്മയുടെ മൂത്ത മരുമകളുണ്ടല്ലോ അവളുടെ കാര്യമാണെന്ന് പറയുമ്പം എൻ്റെ മരുമകൾക്ക് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞാനാ കട്ടെന്ന് പറഞ്ഞ് അമ്മ കുറെ പറഞ്ഞല്ലോ, പോലീസുകാരെ തെളിവ് സഹിതം പിടിച്ചു, കള്ളീനെ വേറെ ആരുമില്ല ശ്രുതി തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഒന്ന് ഷോക്കാണ്. എന്താ ശ്രുതിയോ? അതെ, അമ്മയുടെ മരുമകൾ ശ്രുതി തന്നെയാണ് ആ പണം കട്ടയെന്നുള്ള കാര്യം സച്ചി പറയാണ്. രവി പറയാണ്, കണ്ടോ, എന്നിട്ട് നീ എന്തൊക്കെയാണ് രേവതിയെക്കുറിച്ച് പറഞ്ഞത് ഇപ്പൊ മനസ്സിലായില്ലേ? നിന്റെ മരുമകൾ തന്നെയാണ് അത് ചെയ്തെന്നുള്ള കാര്യം, നിന്റെ പ്രിയപ്പെട്ട മരുമകള്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. സച്ചി പറയാണ്, തെളിവ് സഹിതം CCTVയിലെ ഫുട്ടേജ് സഹിതം ശ്രുതിനെ പോലീസുകാരെ കൈയോടെ പിടികൂടി. അവിടുന്ന് ഭയങ്കര കരച്ചിലായിരുന്ന ശ്രുതി എന്തോ ബ്യൂട്ടി പാർലർ വാങ്ങാനോ അതിന് അഡ്വാൻസ് കൊടുക്കാനോ എങ്ങാണ്ട ശ്രുതി അറിയാതെ അവളെ ലോക്കറിന്ന് പൈസ അടിച്ച് മാറ്റിയേ. രേവതി എന്ന സമയം നോക്കി നമ്മൾ ആരും കാണാതെ CCTVയുടെ മുറിയിലേക്ക് പോയിട്ട് ആ ഒരു CCTVയുടെ മാത്രം സ്വിച്ച് ഓണാക്കായിരുന്നു. എന്നിട്ട് മനഃപൂർവ്വം രേവതിയെ കള്ളിയാക്കിയിട്ട് അവിടുന്ന് ക്യാഷുമായിട്ട് അവൾ കടന്നു കളയുമായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര ആകപ്പാടെ തകർന്നടിഞ്ഞ അവസരം ഇരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് അപ്പോഴേക്കും ശ്രുതിയും കയറി വരുന്നുണ്ട്. രവി ചോദിക്കാണ്, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? നീ ആരോടി ഈ മോഷണിച്ചതെന്ന് ചോദിക്കുമ്പം അവൾ തലകുണിച്ച് നിൽക്കാണ്. ശ്രുതി പറയുന്നുണ്ട്, അതുപോലെ അച്ഛാ, ഇവളോട് നേരത്തെ പറഞ്ഞിരുന്നു ആ പണം എടുക്കുമെന്ന്, ഞാൻ മറന്നുപോയതാ. ഓഹോ, അങ്ങനെ മറന്നുപോയതാണെങ്കിൽ നിങ്ങൾ രേവതിയുടെ പേര് കേസ് കൊടുത്തേ. അത് പിന്നെ എന്ന് പറയുമ്പോൾ മിണ്ടിപ്പോകരുത്, രണ്ടും ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറയാണ്. പാവൻ രേവതിയെ സ്റ്റേഷനിൽ കയറ്റി എന്തൊക്കെയാ നിങ്ങൾ ആ കുട്ടിയോട് ചെയ്തത്? ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്ന നിങ്ങൾ കരുതിയോ? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എന്ന് പറയാണ്. ചന്ദ്ര പറയാണ്, അതിന് ഇവരെന്തിനോട് ഇറങ്ങുന്നേ? ഇവള് പറഞ്ഞല്ലോ എന്താ ബ്യൂട്ടി പാർലറിന് ആവശ്യത്തിന് വേണ്ടി എടുത്താണെന്ന്. ആദ്യം തന്നെ ശ്രുതിയോട് പറഞ്ഞൊന്നുമല്ല പറഞ്ഞത്. ചന്ദ്രേ, നീ ആവശ്യമില്ലാതെ ഇതിൽ ഇടപെടരുത്. നിനക്ക് മനസ്സിലായില്ലേ ഇവർ ചെയ്ത് തെറ്റെന്താണെന്നുള്ള കാര്യം? പാവം ആ കുട്ടീനെ ഇന്നലെ മുതൽ ഇവര് കണ്ണീര് കുടിപ്പിച്ചില്ലേ? എന്നിട്ട് അവസാനം ക്യാഷ് അടിച്ചത് അവള് തന്നെയാണെന്ന്. എന്നിട്ട് പാവം രേവതി ചെയ്തത് അവൾ ചെയ്തെന്ന് കുറ്റമല്ലല്ലേ എന്നൊക്കെ രവി ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. ചന്ദ്ര പറയാണ്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ശ്രുതി അവളുടെ കടന്നിലല്ലേ പൈസ എടുത്തത്, അതങ്ങനെ മോഷണമാവും. രവി പറയാണ്, അവളെ കാശെടുത്തോ ഇല്ലെന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. രേവതിയെ എന്തുകൊണ്ട് അവൾ കള്ളിയാക്കി?
അവളാണ് ക്യാഷ് എടുത്തെങ്കിൽ അവൾക്ക് നേരിട്ട് സുധിയോട് പറയാമെന്നല്ലോ ഞാനാണ് ക്യാഷ് എടുത്തേന്ന്. അത് മറച്ചു വെച്ചുകൊണ്ട് എന്തിനുള്ളെ രേവതിയെ കള്ളിയാക്കിയെന്നാണ് എനിക്കറിയണമെന്ന് രവി ചോദിക്കാണ്. ശ്രുതി കരഞ്ഞുകൊണ്ട് അത് പിന്നെ അങ്കിൾ എന്ന് പറയുമ്പം മിണ്ടി പോവരുത്. ഇവിടുന്ന് കേസ് കൊടുത്തപ്പോഴും പോലീസുകാർ ഇവളെ അറസ്റ്റ് ചെയ്തപ്പോഴും ചോദ്യം ചെയ്യപ്പോഴെല്ലാം നീ മിണ്ടാതിരിക്കുകയായിരുന്നല്ലോ. സച്ചി പറയുന്ന പോലെ നീ പക്കാ ഫ്രോഡാ, നീ വിഷമാണ് എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. എന്നിട്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇത് എന്റെ വീടാ, ഇവിടുന്ന് ഇവളെ ഇറക്കിവിടാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മോനാണ് സുധി, അങ്ങനെയുള്ളപ്പം ഞാൻ എങ്ങനെ ഇവരെ ഇവിടുന്ന് ഇറക്കിവിടുന്ന് ചോദിക്കാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, ഓഹോ നീ എപ്പോഴും പറയും നിന്റെ വീടെന്ന്. ശരിയാ, കാൽ കാശിന് ഗതിയില്ലാത്തതാണല്ലോ ഞാൻ, അതുകൊണ്ട് നീ ഇതൊക്കെ പറയും, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി ഓടി വന്ന് ആ ഡ്രാമ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാനായിട്ട് രവീന്ദ്രന്റെ കാലിൽ വീഴാണ്. എന്നോട് ക്ഷമിക്കണമെങ്കിൽ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് എന്നും പറഞ്ഞ് കാലിൽ വീഴുകയാണ്. രവി പറയാണ്, നീ വീഴേണ്ടത് എന്റെ കാലിലല്ല, നീ പോയിട്ട് രേവതിയോട് ചോദിക്ക്, അവൾ ക്ഷമ വന്നാൽ നിനക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ നീയും നിന്റെ അമ്മായിമ്മയും ഇവിടെ നിന്നോ, ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് പൊക്കോളാമെന്നും പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പോയിട്ട് രേവതിയോട് പറയാണ്, രേവതി എന്നോട് ക്ഷമിക്കണം, പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയി. എല്ലാവരും മുമ്പിൽ നിന്ന് ശ്രുതി പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ പിന്നെ തുറന്നു പറയാൻ സാധിച്ചില്ല, എന്നോട് ക്ഷമിക്കുക എന്ന് പറയാണ്. രേവതി പറയുന്നുണ്ട്, നിങ്ങളൊക്കെ കാശുകാരായിരിക്കും, അതുകൊണ്ട് തന്നെ കാശില്ലാത്ത എന്നെപ്പോലുള്ളവരെ നിങ്ങൾ എന്തും ചെയ്യാന്നുള്ള വിചാരമൊക്കെ കാണും. ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നവളാ, എന്നിട്ട് പോലും എന്നെ നിങ്ങളൊന്നും വെറുതെ വിടുന്നില്ല. നിങ്ങൾ എന്തുമാത്രം എന്നെ മാനസികമായി ദ്രോഹിച്ചു എന്ന് ഒന്ന് ഓർത്തു നോക്കി. ഒരു കള്ളീനും പറഞ്ഞ് കാശില്ലത്തിന്റെ പേരിൽ നിങ്ങൾ എന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടിച്ചു. ആ സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോഴെല്ലാം എന്റെ ചങ്കുരുകി പൊട്ടുമായിരുന്നു. അറ്റാക്ക് വരുന്ന പോലും എനിക്ക് തോന്നിപ്പോയി. എന്റെ സച്ചിയുടെ എന്റെ കൂടെയുള്ളത് മാത്രമാണ് എന്റെ ഒരു ആശ്വാസം. അവിടെ വെച്ചെങ്കിലും നിനക്കൊന്ന് പറയായിരുന്നു, ശ്രുതി പോലീസിൽ കൊണ്ട് കേസ് കൊടുത്തല്ലോ, അപ്പോഴെങ്കിലും അതൊന്നും ഒഴിവാക്കിയിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയാണ്, വേണ്ട, അതായിരുന്നില്ല അതിന്റെ ശരി. ആ കേസ് കൊടുത്ത് നന്നായി രേവതി, കാരണം അങ്ങനെയെങ്കിലും ഇവളാണ് കള്ളിന്നറിയാൻ സാധിച്ചല്ലോ, അല്ലെങ്കിൽ എന്നും നിനക്കതൊരു കറയായി കിടന്നെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതി സോറി ചോദിക്കാണ്. വർഷ പറയുന്നുണ്ട്, നാണല്ലോ നിങ്ങക്ക്, ചേച്ചിനെ വെറുതെ പഴി ചേരായിട്ട് ഞാൻ അപ്പളേ പറഞ്ഞില്ല ചേച്ചി അങ്ങനൊന്നും ചെയ്യില്ലെന്ന്. എന്നിട്ട് സ്വന്തമായി കട്ടിട്ട് കുറ്റം ചേച്ചി ഇട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതവള് പിന്നെ അവളുടെ കടന്നല്ലേ പൈസ എടുത്തത്, പിന്നെ എങ്ങനെ മോഷണമാവും എന്ന് ചോദിക്കാണ്. വർഷ പറയുന്നുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ട് അത് എടുക്കുകയാണെങ്കിൽ അത് മോഷണമാവില്ലായിരുന്നു. നിങ്ങളോട് പറയാതെ CCTV ഓഫ് ആക്കി ആ പണവും എടുത്ത് ആ ഒരു തെറ്റ് അത് രേവതിച്ചിട്ട് തലയിട്ടാലേ അത് തെറ്റ് തന്നെയാണ്, അത് മോഷണം തന്നെയാണെന്നും വർഷ പറയുന്നുണ്ട്. അങ്ങനെ രേവതിയോട് സച്ചി പറയുന്നുണ്ട്, നീ അകത്തേക്ക് കയറിപ്പോക്കോ, ഇതൊന്നും എത്ര കാലമായാലും മാറാൻ പോണില്ല. പിന്നെ ഇവനുണ്ടല്ലോ, ഇവൻ അനുഭവിക്കും, ഇവന്റെ ഭാര്യയെ കൊണ്ട് തന്നെ ഇവൻ അനുഭവിക്കും, അതെല്ലാവരും കാണാൻ പോണേ ഉള്ളൂ. ഞാൻ ആദ്യത്തെ പറയാണ് ഇവള് പക്ക ഫ്രോഡാണെന്ന്, അതെല്ലാവർക്കും ഉടൻ തന്നെ മനസ്സിലായിക്കൊള്ളുമെന്നും സച്ചി പറഞ്ഞിട്ട് കയറി പോകുന്നുണ്ട്. രവി പറയുന്നുണ്ട്, നിനക്ക് സമാധാനമായല്ലോ, കണ്ടോ അവൾ ഒരു തെറ്റും ചെയ്യാതെ ഇന്നലെ തൊട്ട് ആ പാവം കിടന്ന് ഉരുകുകയാണ്, എന്നിട്ടും നിനക്കൊന്നും ഒരു മനസാക്ഷി ഇല്ലല്ലോ എന്നും ശ്രുതിയുടെ അതുപോലെ ചന്ദ്രയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. ചന്ദ്രൻ ശ്രുതിയോട് പറയാണ്, സാറില്ലേ മോളെ, ഇനി പൈസ എടുക്കുകയാണെങ്കിലേ ശ്രുതിയോട് പറഞ്ഞിട്ടെടുക്കാവുള്ളൂ കേട്ടോ എന്നും പറഞ്ഞിട്ട് ആ ഒരു പ്രശ്നം അത്രയും ഒരു നമ്മുടെ രേവതിനെ ഒരു ടോർച്ചർ ചെയ്തിട്ട് അതൊന്നൊരു പ്രശ്നമായിട്ട് പോലും കാര്യമാക്കാതെ ചന്ദ്ര അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും വീണ്ടും വീണ്ടും രവിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രീകാന്ത് പറയാണ്, അമ്മ എത്ര പറഞ്ഞാലും മാറില്ലച്ചാ, അതുകൊണ്ട് അത് കാര്യമാക്കിയിട്ടും കാര്യമൊന്നുമില്ല. നമ്മുടെ രേവതി ചേച്ചി അത്രയും കഷ്ടപ്പെട്ടെന്ന് ബുദ്ധിമുട്ടിയൊന്നും അമ്മയ്ക്ക് ഒന്നുമില്ല. അമ്മയ്ക്കിപ്പോഴും അമ്മയുടെ മരുമകൾ തന്നെയാണ് വലുത്, അമ്മയുടെ ആറ്റിറ്റ്യൂഡും, അതുകൊണ്ടൊന്നും പറഞ്ഞതൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവരും കയറിപ്പോവാണ്. ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. സാരല്ല ശ്രുതി, ഞാൻ നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ചോദിക്കേണ്ടതായിരുന്നു. ഞാനപ്പോ എന്റെ ബിസിനസ് മാത്രം വളർത്താനാണ് നോക്കിയത്, നീ കാരണല്ലേ എനിക്ക് ഈ ബിസിനസ്സും ഷോപ്പും എല്ലാം ഉണ്ടായത്, ഒന്നും ഞാൻ ഓർത്തില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് സമാധാനമാകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതിയെ കെട്ടിപ്പിടിക്കുമ്പം അവനും ഭയങ്കര സോഫ്റ്റ് ആയിട്ട്, അതായത് നമ്മുടെ ശ്രുതി തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവൾ തനിക്ക് വേണ്ടി കൂടിയാണ് എല്ലാം ചെയ്യുന്നതൊക്കെ രീതിയിൽ ആ പൊട്ടനെല്ലാം വിശ്വസിച്ചുകൊണ്ട് തന്നെ അവളെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് എല്ലാ ദിവസവും നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.